കോട്ടേജിൽ പോവാണേ. റൈസ് ലേക്ക് എന്ന് പറയും. ടൊറൻറ്റോയിൽ നിന്ന് 1 hour ഡ്രൈവാണ്. ഇപ്പോൾ ട്രാഫിക് ഉള്ളതുകൊണ്ട് 2 hours ആവുമായിരിക്കും. ഐ തിങ്ക് 2 hours ഉണ്ടെന്ന് തോന്നുന്നു ഓൾമോസ്റ്റ്, എനിക്ക് അറിയത്തില്ല ശരിക്കും. അപ്പോൾ ടൊറൻറ്റോയിൽ നിന്ന് 1 hour, ഞങ്ങളുടെ വീടിന് 2 hours ഉണ്ട്. അവിടെ കോട്ടേജിൽ പോയി താമസിച്ചിട്ടേ ഫിഷിംഗ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞു. വേറെ കാര്യം ഞങ്ങളുടെ ലിയോയും കൂടെ കൊണ്ടുവന്നു. അവനെ തന്നെ ഇട്ടിച്ച് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ലിയോയും കൂടെ കൂട്ടിക്കൊണ്ട് പോവാം. അവനെ പുറകെ കയറ്റണം. ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറകെ വെച്ച് കൊണ്ടുപോകും. നമ്മളെങ്കിലും അവനെ കൂട്ടുക, എനിക്ക് സാധനങ്ങളുള്ളതുകൊണ്ട് അവനെ പുറകെ വെച്ചാൽ കൊണ്ടുപോകാം. അപ്പോൾ ഇനി അവിടെ ചെന്നതിന് ശേഷം കാണിക്കാം. അവിടെ ചെന്നിട്ട് കുറേ ദൂരം എത്തിയേ, ഓൾമോസ്റ്റ് എടുക്കാറായി. ഒരു 15 മിനിറ്റുള്ള ഞങ്ങൾ എത്തും. ലിയോ ആണെങ്കിൽ വൈൻ ചെയ്ത് പൊങ്ങി അവിടെ ഇരിക്കും. അവനങ്ങ് ഇറങ്ങിക്കൊള്ളാഞ്ഞു വയ്യ. ക്വയറ്റ് കമ്മ്യൂണിറ്റിയാണ്. ബിക്കോസ് നമ്മുടെ സിറ്റിയിലൊക്കെയുള്ള ഹൈ റൈസ് മൗണ്ടൻ ഹൈ റൈസ് ബിൽഡിംഗ് ഒന്നും ഇല്ലാതെ വളരെ ക്വയറ്റ് ആയിട്ട് കോട്ടേജസ് ആണ് മോസ്റ്റ്ലി തോന്നിന്റെ അകത്തോട്ടൊക്കെ കേട്ടോ. ഞാൻ ഉപയോഗിക്കുവാണേ. റോഡൊക്കെയാണ് ബംപിയാണ്, ബംപി റോഡ്സ്. ലേക്ക് കണ്ടോ? ഞങ്ങൾ ഇവിടെയാണ്. സാൻഡി ഷോർ, ഇവിടെയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇവിടെ 2, 3, 4 ബെഡ്റൂമിൻ്റെ ഇതൊക്കെയുണ്ട്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ കോട്ടേജ്, സാൻഡി ഷോർ. വെൽക്കം 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 വെൽക്കം. ഞങ്ങളുടെ ഫ്രണ്ടിലാണ്, ഇത് ലേക്ക് ഫ്രണ്ടാണ്. ഈ കോട്ടേജ് കണ്ടില്ലേ മുൻപിൽ. ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട്. ഇവിടെ മീൻ പിടിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അവിടെ കാണുന്ന ബോട്ട്സൊക്കെ നമുക്ക് വേണമെങ്കിൽ റെൻറ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഇവിടെ എല്ലാം ഇവിടെ ആൾ അപ്പുറത്ത് തന്നെ ഉണ്ട്. ഇതിലൊക്കെ ആളില്ല, അതിന് അങ്ങേപ്പുറത്തിൽ ആളുണ്ട്. ഇത് സീസൺ ആയിട്ടില്ല, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നിറച്ച ആളായിരുന്നു. ഇത് ഇങ്ങോട്ട് നമ്മൾ ഇറങ്ങിയ അവരുടെ ബാക്കിലേക്കാണ്. ബാക്കിൽ നിന്ന് ഇങ്ങനെ പോവാം. ഈ റോഡുണ്ട്, അത് റോഡിലേക്ക് എത്താം. ഇതിലേക്കൂടെ ഒക്കെയാണ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ സ്റ്റൈലാണെന്ന് തോന്നുന്നു. ബാക്കിലേക്ക് ട്രെയിലാണ്, ഇതിലേക്കൂടെ മുകളിലേക്ക് ട്രെയിലുണ്ട്, കയറി പോകാൻ പറ്റും. ഞങ്ങൾ ട്രെയിലിൽ പോയില്ല, പോകണം. ഇവിടെ താഴോട്ട് സ്റ്റെയർ ഉണ്ട്, ഇവിടുന്ന് താഴോട്ട് സ്റ്റെയർ ഉണ്ട്. ഇത് താഴെ, അത് റോഡിലേക്ക് ഇറങ്ങാനാണ്. ഈ വഴി കൂടെയും ട്രെയിലുണ്ട്. അല്ല, ട്രെയിലല്ല, സ്റ്റെയർസ്. അത് നമുക്ക് താഴെ, നമുക്ക് താഴെ. ബാർബിക്യൂ മെഷീൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇരുന്ന് കഴിക്കാൻ ടേബിളുണ്ട്. ഇതിൻ്റെ അകം വീടാണ്. ഞങ്ങളുടെ കോട്ടേജ് 2 വീടുകൾ ഒരുമിച്ചായിരുന്നു. അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സിംഗിൾ ഡോർ. ആ ഡോർ അടച്ചു കഴിഞ്ഞാൽ 2 കോട്ടേജസ് തമ്മിൽ ബന്ധമില്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫാമിലി ആയിട്ട് പോയിട്ട് ഞങ്ങളത് ഓപ്പൺ ആയിട്ട് ഇട്ടിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരിടത്ത് ഇരിക്കുകയായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ 2 യൂണിറ്റ് ആണ്. സിംഗിൾ ഡോർ വെച്ച് അത് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. കുറച്ച് പൈനാപ്പിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല പൈനാപ്പിൾ ബാർബിക്യൂ ചെയ്യാൻ നല്ലതാണ്. ഓൾറെഡി കൈപ്പുള്ളി മീൻ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കോൺ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല സുഖമുണ്ട് പുറത്ത് നിൽക്കാൻ. ഞങ്ങൾ ഗേറ്റ് വെക്കുക, ഇവിടെ ഗേറ്റ് ഫിക്സ് ചെയ്യുവാണേ. കാരണം ലിയോ ആണ്, ഇതിങ്ങനെ ഫുൾ പുറം കിടക്കുമല്ലേ. ലിയോ ആണെങ്കിൽ ഇറങ്ങി പുറത്തേക്ക് ഓടിപ്പോവാതെ. ബേബി ഗേറ്റ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ നേരത്തെ ഉപയോഗിക്കുമായിരുന്നു ഞങ്ങളുടെ പട്ടിക്ക്. വീടിൻ്റെ അകത്ത് കിച്ചണിൽ കയറാതിരിക്കുന്നത്. കുഞ്ഞായിരുന്നു,
അത് കൊണ്ടാ വന്നേ. അപ്പോൾ അത് വെച്ചാൽ അവൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓപ്പണായിട്ട് കിടക്കുക. ഞാൻ ഇന്നത്തെ കയറിപ്പോയാലെന്ന് നോക്കിയിട്ട് ഞങ്ങളത് ചെയ്യാതെ ഇപ്പോൾ ഒരു 10 മണിയായി കാണുമായിരിക്കും സമയം. പക്ഷേ സ്റ്റിൽ വെട്ടമുണ്ട്. ഇവൻ മഴക്കോളം ക്ലൗഡിയും കൂടെയാണ്. എന്നിട്ടും 9 മണിയായുള്ളത്, 9 ആയതേ ഉള്ളൂ. കോണൊക്കെ ബാർബിക്യൂ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. വിശന്നായിരുന്നു വന്നത്. അതൊക്കെ കഴിക്കാം. നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. ഇത് കോട്ടേജിൽ നിന്നുള്ള വ്യൂ ആണ്. രാവിലെ ഇച്ചിരി ക്ലൗഡിയാണ്, കാറ്റുമുണ്ട്. അകത്തുനിന്നുള്ള വ്യൂ. ഇവിടെ ഒരു മാപ്പ് ഉണ്ട്. ഓംലെറ്റ്, ബ്രെഡ്, ജാം, ചായ. പൈപ്പ് വഴി വരുമല്ലേ വീടിലേക്ക്. ഇത് ഉറക്കൊക്കെ പറ്റാത്തതുകൊണ്ട് തീരുമ്പോൾ നമ്മൾ ഗ്യാസ് സിലിണ്ടർ നമ്മുടെ അടുപ്പം കത്തിക്കുന്ന പോലെ തന്നെ അത് യൂസ് ചെയ്യുന്നത് എല്ലാത്തിനും ഇതാ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് തീരുമ്പോൾ അവരുടെ വണ്ടിയുള്ളതുകൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. രണ്ട് ബെഡ്റൂം, 3 ബെഡ്റൂം, 4 ബെഡ്റൂമിൻ്റെ ഒക്കെയാണ്. അപ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റും. സൈസ് വൈസ് ആണെങ്കിലും കാണാൻ പറ്റും. 1 ബെഡ്റൂം, 2 ബെഡ്റൂം സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു പൂളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പൂളിൽ ഇറങ്ങാം. പക്ഷേ ഇതിപ്പോൾ ജൂണാണ്. അങ്ങനെ നല്ലതായിട്ട് തണുപ്പ് ചെറുതായിട്ട് ഇന്നുണ്ട്, കാറ്റുമൊക്കെ ആയിട്ട്. എൻ്റെ പൂള്, ഇൻഡോർ പൂളുണ്ട്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വെയിലിപ്പോൾ സീസൺ ആയിട്ടില്ല. അതിന് അയാളത് ക്ലീൻ ചെയ്തെടുക്കണം. അധികം ഞങ്ങൾ ജൂൺ 1 അല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് പകുതി കഴിയുമ്പോൾ ഇത് റെഡിയാക്കി എടുക്കത്തുള്ളൂ. അപ്പോഴത്തേന് ആ വിസിറ്റേഴ്സ് ഒക്കെ വരിക. മേളിലേക്ക് കയറിപ്പോയാൽ സ്റ്റെയർ മേളിൽ കയറിപ്പോയി നോക്കട്ടെ എന്താണ്. നല്ല നൈസാണ് വന്നേക്കുന്നത്. ഇവിടെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് അവിടെ ലേക്കൊക്കെ കണ്ട് ഇവിടെ ഇരിക്കാം. പ്രത്യേകം കെട്ടി മറച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി. അങ്ങനെ അങ്ങോട്ട് പോയാൽ അതുകൊണ്ട് അവിടെ ഒരു ഐലൻഡ് കാണാൻ പറ്റുന്നുണ്ട് മിഡിൽ. അത് ആ ഇലയൊക്കെ ഞങ്ങൾ നോക്കുമെങ്കിൽ അങ്ങോട്ടൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ കാറ്റ് കുറയുമ്പോൾ ബോട്ട് എടുത്ത് പോവാം. നമുക്ക് ബോട്ട് റെൻറ്റ് ചെയ്യാൻ പറ്റും. $300 എങ്ങാണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ എടുത്ത് നമുക്ക് ആ ഐലൻഡ് എന്താ നോക്കാൻ പറ്റും. അവിടെ ചെന്ന് ഫിഷ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇതിന് ഇച്ചിരി കാറ്റ് പോകുമ്പോൾ അങ്ങോട്ട് കാറ്റ് കുറയുമ്പോൾ അങ്ങോട്ട് അണയ്ക്കുന്ന മേളിൽ കയറി നമുക്ക് മേലോട്ട് കയറിയ റോഡാണ്. റോഡിൽ കൂടെ നമുക്ക് കയറി പോകാൻ പറ്റും. റോഡിൽ കൂടെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും. ഇത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് നടന്ന് പോവാം. നമുക്ക് ഇതിലേക്കൂടെ നടന്ന് ചെന്ന് ഫിഷ് ചെയ്യാം. രാവിലെ ചെറിയ നല്ല സണ്ണൊന്നുമില്ല, ക്ലൗഡിയാണ് ഇന്ന് ഗെയിന്. മീൻ പിടിക്കുന്നത് ഇത് പ്ലാസ്റ്റിക്കാണ്. ഇത് പ്ലാസ്റ്റിക് അല്ലേ? പക്ഷെ അത് പ്ലാസ്റ്റിക് പാലം പ്ലാസ്റ്റിക് ഇതെല്ലാം കണക്റ്റ് പല പീസസ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു പാലം പോലെ. ഒത്തിരി മീനുണ്ടെന്ന് ഓണർ പറഞ്ഞായിരുന്നു കേട്ടോ. കണ്ടോ, ഒരു ബേബിയാണ് കിട്ടിയത്. ഇതിനെ അങ്ങ് റിലീസ് ചെയ്യാൻ പോവാ. ഇത് ഭയങ്കര പാവം ബേബി ഫിഷ്. ഇതിനെ രക്ഷപ്പെടുത്താണ്. കുഞ്ഞല്ലേ.
എൻ്റെ വായിൽ കൂടെ കയറി മുള്ള് എൻ്റെ കൈക്ക് കൊള്ളുന്നു. അയ്യോ പാവത്തിനെ ഉപദ്രവിക്കുക. ആ കളയാൻ പോവാണേ. കളയല്ല, തിരിച്ചു വിടുക. പോട്ടെ. ഒരുപാട് മീനുണ്ട് ഇതിൻ്റെ അകത്ത്. കാർപ്പും ബാസിന് സീസൺ തുടങ്ങിയിട്ടില്ല. സ്റ്റിൽ സൺഫിഷസും ഒക്കെ ഉണ്ട് കിട്ടി. അപ്പോൾ ഇതിപ്പോ ഇന്നാണെങ്കിൽ ഈ വെതർ വളരെ മോശമായിരുന്നേ. നല്ല വിൻഡി ആയിരുന്നു. സൂര്യന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണമായിരിക്കും മീനൊന്നും അങ്ങനെ വലുതൊന്നും വരാഞ്ഞതെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുന്നതല്ലേ ഇങ്ങനെ കോട്ടേജസ് ഒക്കെ. അപ്പോൾ നമുക്കറിയത്തില്ലല്ലോ വെതർ എന്തോ ആയിരിക്കും ആ ദിവസമെന്ന്. അപ്പോൾ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി നല്ല വെതർ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വലുതിനെ ഒന്നും കിട്ടില്ല. കൊച്ചു കൊച്ചു മീനുകളെയൊക്കെ കിട്ടുമായിരുന്നു. അതൊക്കെ ഇഷ്ടംപോലെ ഇടുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ചോറ് ഞങ്ങൾ ഇവിടെ വന്ന് ഉണ്ടാക്കി ചോറ്, പിന്നെ തോരൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് സ്പെഷ്യൽ മാങ്ങ ചമ്മന്തിയാണ്. ബീഫുണ്ട്, കപ്പ വേവിച്ചിട്ടുണ്ട്, പിന്നെ കപ്പയ്ക്ക് മീൻ കറി ഉണ്ട്. അതിനും വിടാതെ ഇനിയും മാങ്ങ ചമ്മന്തി ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഉരുളയാക്കി കൊണ്ടുവന്നിട്ടാണ് കഴിച്ച് വെക്കുന്നുണ്ട്. മാങ്ങ ചമ്മന്തി, പിന്നെ മോരുണ്ട്, കാഴ്ച മോരുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ലഞ്ച് കഴിക്കാൻ. ഇത് പ്രത്യേക സെറ്റപ്പാണ്. മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ട് കഴുകും. ഇതിൽ കൊണ്ടിടുമേ. കണ്ട വെള്ളം ടാപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് മീനെ കഴുകും. എന്നിട്ട് ഇവിടെ വെച്ചത് വെട്ടുമേ. ഇയാൾക്ക് കട്ടിംഗ് ബോർഡ് കണ്ടോ? ഈ കട്ടിംഗ് ബോർഡിൻ്റെ വാല് പിടിക്കാൻ വേണ്ടി ഇതാണ്. ഈ ഭാഗത്തിലൊക്കെ വാല് കയറ്റി വെക്കും. വെച്ചിട്ട് ഇതേ വെച്ച് കട്ട് ചെയ്യും. എന്നിട്ട് ഇത് മീനിൻ്റെ ചെതുമ്പൽ കളയുന്ന ഈ സാധനം ഇതും കൊണ്ടാണ് അതിൽ മീൻ ഉരച്ചരച്ച് ചെതുമ്പൽ കളയുന്നത്. എന്നിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വേസ്റ്റ് എല്ലാം ഈ ബക്കറ്റിലോട്ട് ഇട്ടിട്ട് അങ്ങനെ സെറ്റാക്കി നമുക്ക് പിടിക്കാൻ വേണ്ടി വലിയൊരു ഫ്രീസർ ഇരിപ്പുണ്ട് അവിടെ. അതിൻ്റെ പോലെ എല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം പിടിച്ചിട്ട് ഇവിടെ വന്ന് ഞാൻ കാണിക്കാം. That's a big fish. I'll keep it inside and then I'll... അത് വെട്ടാൻ പോവാണേ. പേപ്പർ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് റെയിൻകോട്ട് ഇട്ട് ഞാൻ വെട്ടാൻ പോവാം. പേപ്പർ ഇങ്ങനെ ഡ്രസ്സ് ലൈറ്റാവും. ഓ ഇത് വെട്ടിയാൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ക്ലീൻ ചെയ്യാൻ എല്ലാ സംവിധാനം ഉണ്ടല്ലോ. അയ്യോ സീ കത്തിട്ടില്ല. ചെറുത് ചെറിയ മീനിനെ എടുത്തിട്ട് അങ്ങോട്ട് വെച്ച് ഈ വാറിൻ്റെ അവിടെ നമ്മുടെ ഇത് കണ്ട അമർത്തി ഇവിടെ വെച്ച് അവിടെ വെച്ചിട്ട് അവിടെ ഇരുന്നോളൂ. ഇനി നമ്മൾക്ക് ഇങ്ങനെ ചെറുതെടുക്കാം. എളുപ്പമാണ്. ചെമ്പല് തിരക്കുന്നുണ്ടേ. ഇത് കൊള്ളാം. പക്ഷെ ദേഹത്ത് നാടായ നാട് മൊത്തം തെറിച്ചു പോയേ. വേറൊരു സാധനം ഉണ്ട് ഇങ്ങനെ ചെറുമ്പൽ മാറ്റാൻ. അത് നമ്മളിങ്ങനെ അതിൻ്റെ അകത്തങ്ങ് ഇരിക്കും. ഇങ്ങനെ പുറത്തോട്ട് തെറിക്കത്തില്ല. അതാണ് നല്ലത്. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല.
ഇത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. ഞങ്ങൾക്ക് കൊണ്ടുപോകാനാണ് ഇന്ന്. ഞങ്ങൾ ഇന്നലെ ബാർബിക്യൂ ചെയ്തായിരുന്നു. ഇത് വേറെ ഇന്ന് കിട്ടിയത്. അപ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലേ അതിനുള്ള കറക്റ്റ് ടൂൾസ് കിട്ടുവാണെങ്കിൽ എളുപ്പമാണ്. ചെൻസി ക്ലീനായി ചെതുമ്പൽ പോയി കഴിഞ്ഞു. മഷ്റൂംസ്, സുക്കിനി, പിന്നെ എഗ് പ്ലാന്റ്, വെളുത്തനങ്ങ. ഇത് ബട്ടറൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ബട്ടർ കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബട്ടർ ഇല്ലാതെ ഒന്ന് ചെയ്യണം. ഇങ്ങനെ നോക്കാം. റിബ്സ് ഉണ്ടാക്കിയായിരുന്നല്ലോ, ഞാൻ കാണിച്ചായിരുന്നു. റിബ്സ് അതൊരു 2 കഷ്ണം കഴിക്കും. റിബ്സ് ആണ്. മഷ്റൂംസും സുക്കിനിയും പിന്നെ എന്തായിരുന്നു എഗ് പ്ലാന്റ്. അത് കഴിഞ്ഞ് പൈനാപ്പിൾ. നല്ലതാണ് പൈനാപ്പിൾ ബാർബിക്യൂ ചെയ്താൽ. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഇതാണ് ഡിന്നർ. ഡിന്നർ കഴിക്കാണ് ഞാൻ. ഇത് മാഷ്മെലോസ് ആണ്. മാഷ്മെലോ ഈ കമ്പിൽ കുത്തിയിട്ട് തീയില്ലേ നമുക്ക് ഇതിലോട്ട് വെച്ചേ. കുഴപ്പമില്ല, എല്ലാം മെസ്സപ്പ് ആക്കിയിട്ടുണ്ട്. വെപ്രാളം. എന്നിട്ട് ഇതിലൊക്കെ ഒരു ചോക്ലേറ്റിൻ്റെ പീസ് ഇതിലങ്ങ് വെച്ചു. എന്നിട്ട് അമങ്ങുന്ന കണ്ടോ, അമർത്തുമ്പോൾ കണ്ടില്ലേ പഫി ആയിട്ട്. എന്നിട്ട് പിന്നെ ഇങ്ങനെ എന്നിട്ട് ബൈറ്റ്. ശരിക്കും നല്ല പ്ലേസ് സ്റ്റേ ചെയ്യാണ്. പക്ഷേ ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. കാറ്റും വെതറും അത്ര നല്ലതല്ലായിരുന്നു. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. വെതർ മോശം, അതിന് മീനൊക്കെ പിടിച്ചു കിട്ടി. അപ്പോൾ അതിനൊക്കെ കൊണ്ടുപോവാം. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പോകാനേത്തുള്ളൂ. ഞാൻ അടുത്ത മാസം വേറൊരു കോട്ടേജ് പോകുന്നുണ്ട്. അപ്പോൾ അതായിട്ട് കാണാം. വേറെ വീഡിയോ ആയിട്ട് കാണാം. തിരിച്ച് ഡ്രൈവ് ചെയ്യാണ്.